സംസ്ഥാന ബജറ്റിൽ കായംകുളം മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്കായി 10,30,00,000 രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. സ്കൂളുകൾക്ക് പുതിയ കെട്ടിടത്തിനുള്ള തുക, മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനും മണ്ഡലത്തിൽ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രത്തിനും വിവിധ ഗ്രന്ഥശാലകളെ ഹൈടെക് ആക്കുന്ന പദ്ധതിക്കും തുക അനുവദിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്കായി 10,30,00,000 രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലെ മാടമ്പിൽ ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ, കായംകുളം മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 5 കോടി രൂപ, കായംകുളം പുള്ളിക്കണക്ക് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടത്തിനായി 1 കോടി രൂപ, കായംകുളം മണ്ഡലത്തിൽ സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രത്തിന് 30 ലക്ഷം രൂപ, പുതുപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടത്തിനായി 1 കോടി രൂപ, മണ്ഡലത്തിലെ വിവിധ ഗ്രന്ഥശാലകളെ ഹൈടെക് ആക്കുന്ന പദ്ധതിക്ക് 1 കോടി രൂപ, കൃഷ്ണപുരം തയ്യിൽ തെക്ക് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ എന്നിവ പ്രവർത്തികൾക്കാണ് തുക അനുവദിച്ചത്. കൂടാതെ കായംകുളം BEd സെന്ററിന് പുതിയ കെട്ടിടം, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ പോച്ചയിൽ പാലത്തിന്റെ നിർമ്മാണം, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ കൂനംകുളങ്ങര ചിറയിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം, മലയൻ കനാലിന്റെ പുനരുദ്ധാരണം, കരിപ്പുഴ തോടിന്റെ പുനരുദ്ധാരണം, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ GSRV LP സ്കൂളിന് പുതിയ കെട്ടിടം, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് TM ചിറപ്പാലം, കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന് പുതിയ കെട്ടിടം, കായംകുളം നഗരസഭ എരുവ സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടം, കായംകുളം ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിടം എന്നീ പ്രവർത്തികൾ ബജറ്റിന്റെ ടോക്കൺ പ്രൊവിഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.